ഓക്കെ, അപ്പൊ ഞാൻ പാട്ട് പാടും. ഓരോ ആക്ടറിന്റെയും ആക്ഷനും ഫേഷ്യൽ എക്സ്പ്രഷനും മാറ്റി മാറ്റി കൊടുത്തോണ്ടേയിരിക്കണം. റെഡി? 1 2 3 സ്റ്റാർട്ട്. മാനെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ, നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. ഉള്ളിൽ കടന്നു കരൽ കൊള്ളയടിക്കും, നിന്നെ കള്ളിപ്പെണ്ണെന്നു വിളിക്കും, നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്നു വിളിക്കും. ആടാനും വരില്ല ഞാൻ, പാടാനും വരില്ല ഞാൻ, പാടത്തെ പച്ചക്കിളിയേ, ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ. നീലിച്ച പുരികത്തിൻ പീലിക്കെട്ടൊഴിഞ്ഞെന്നെ തൂണാക്കി മാറ്റിയല്ലോ, എന്നെ നിന്റെ തൂണാക്കി മാറ്റിയല്ലോ. ചേലൊത്ത പുഞ്ചിരിയാൽ പാല് കുറുക്കി തന്ന് വാലാക്കി മാറ്റിയല്ലോ, എന്നെ നിന്റെ വാലാക്കി മാറ്റിയല്ലോ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ, നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ, നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. അപ്പൊ കൊയിലാണ്ടി പ്രോഗ്രാം നമ്മൾ അലിക്ക രക്ഷപ്പെട്ടോളൂ. പുറത്തൊരു വാഹനം നീക്കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അമീർ, ഇവിടെ തങ്ങുന്നത് അപകടമാണ്. ഏത് നിമിഷം പോലീസ് ഇവിടെ എത്തും. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, എത്രയും വേഗം. രക്ഷപ്പെടാം. അതിനു മുമ്പ് എന്റെ ഇക്കായെ കൊന്നവരെ എനിക്ക് കണ്ടെത്തണം. അതിനു വേണ്ടിയാ നിന്നെ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ജയിലിൽ നിന്നും രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നത്. എന്റെ ബാപ്പായും ഇക്കായും ജയിലിലായത് ആ തന്തയില്ലാ കഴിവരകൾ മിമിക്രിക്കാർ കാരണമാണ്. അവരെ എനിക്ക് വേണം. നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. ഒരേ ഒരു കണ്ടീഷൻ, ഏത് വിധേനയും സുരക്ഷിതമായി എന്നെ മറുകരയിൽ എത്തിച്ചിരിക്കണം. ഐ മീൻ ഷാർജ. ആദ്യം ഈ വേഷമൊക്കെ ഒന്ന് മാറും. എല്ലാവർക്കും കരീന പൂ കൊടുത്തു എന്ന് കേട്ടു, എനിക്ക് മാത്രം തന്നില്ല. പക്ഷെ എനിക്കതിൽ പരിഭവമൊന്നുമില്ല കരീന. കണ്ടോ ചെമ്പരത്തി പൂ, ഇത് കരീനയ്ക്ക് തരാനായിട്ട് ഞാൻ ചെമ്പരത്തി വൃക്ഷത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറി പറിച്ചെടുത്തതാണ്. ഇവിടെ അത്രയും വലിയാണ്. ഇത് പിടി. എന്നെക്കാളും പൂ നന്നായി ചേരും. പൂ മാത്രമല്ല, കരീനയും എനിക്ക് നന്നായിട്ട് ചേരും. ആ കരീന, നാളെ എന്റെ അഴിഞ്ഞാട്ടാ, അല്ല അരങ്ങേറ്റം, അങ്ങ് കൊയിലാണ്ടിയിൽ വെച്ച്. കാക്കിക്കുള്ളിലെ എന്റെ കലാകാരനെ ചവിട്ടി പുറത്തെടുത്തിട്ടിട്ട് ഞാൻ കാണിച്ചു തരും കരീനയ്ക്ക്. കരീന വരില്ലേ എന്റെ കയറ്റം കാണാൻ? വരണം, ഞാൻ പ്രതീക്ഷിക്കും. ഓടിക്കോ, ഇന്ന് വേണ്ട, നാളെ എല്ലാരും ഓടിക്കോ, ഓടിക്കോ. എന്താ എന്താ ഒന്നും അറിയില്ല, ഓടാൻ പറഞ്ഞു. ഓടിക്കോ. കാസിംബായുടെ കൂടെയുള്ള അലിഖാൻ ജയിലിൽ ചാടി. ഇനി ഒരു നിമിഷം ഇവിടെ അലിഖാൻ നമ്മളെ തല്ലി കൊല്ലുവച്ചോ. ഞാൻ എന്റെ കടമക്കുടിയിലുള്ള കൊച്ചമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാൻ പോണേ. അലിഖാൻ ജയിൽ ചാടി എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താ? അങ്ങനെയാണെങ്കിൽ കൊയിലാണ്ടിലെ പരിപാടിക്ക് പോകാതിരിക്കുന്നതാണ്. അത് ശരിയാവില്ല. എനിക്ക് ആദ്യമായിട്ട് ഒരു പരിപാടി കിട്ടിയപ്പോഴാ അത് കലക്കാൻ വേണ്ടിട്ട് അവന്റെ വൃത്തികെട്ട ജയിൽ ചാട്ടം. അതെ, ഇനി അലിഖാൻ അല്ലെ അത് ഷാറൂഖ് ഖാൻ വന്നാലും ശരിയാണ്. കൊയിലാണ്ടി പരിപാടി നമ്മൾ കളിച്ചിരിക്കും. നിങ്ങൾ ഏവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന കൊച്ചിൻ കലാദർശനയുടെ മാജിക്കൽ മിനിറ്റ്സ് മ്യൂസിക്കൽ നൈറ്റ് ഇതാ ആരംഭിക്കുകയാണ്. സഹൃദയരെ, ഭൂമിയിൽ നിന്ന് മരിച്ച് പരലോകത്തെത്തിയ രണ്ട് സ്ത്രീ പരേതാത്മാക്കളെ ചിത്രഗുപ്തൻ വിചാരണ ചെയ്യുന്ന അതിരസകരമായ ഒരു സ്കിറ്റാണ് ആദ്യമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പരേതാത്മാക്കൾക്കൊപ്പം നിങ്ങൾ ഏവരെയും യമലോകത്തേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുന്നു.
എന്താ എന്താ പേര്? കാമാക്ഷി. ഭൂമിയിൽ എന്തായിരുന്നു നിനക്ക് പണി? ശരി ശരി. ഈ പരലോകത്ത് സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്ന് നിനക്കറിയാലോ? എങ്കിൽ പറഞ്ഞു. കമാൻ പ്രൊസീഡ്. ഞാനും എന്റെ ഭർത്താവും അടങ്ങുന്ന കൊച്ചു കുടുംബം വളരെ സന്തോഷത്തോടും സംതൃപ്തിയിലുമാണ് ജീവിച്ചു പോകുന്നത്. കൊച്ചു കുടുംബത്തിൽ എത്ര മക്കളുണ്ടായിരുന്നു? 12 മക്കൾ. അപ്പോ വല്ലാണ്ട് വിഷമിച്ച് കാണുമല്ലോ. എല്ലാം സിസേറിയൻ ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അയ്യോ, തള്ളേന്ന് വിളിക്കാൻ എനിക്കത്രക്ക് പ്രായമൊന്നുമില്ല. അപ്പൊ പിന്നെ എനിക്ക് സ്വർഗം കിട്ടില്ല കേട്ടോ. 12 മക്കളെ പെറ്റ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നിങ്ങളെ സ്വർഗത്തിലെ ആളായിട്ട് മോം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ദാ, ആ വഴിയെ പോയാൽ സ്വർഗം. വേഗം ഓടിത്തള്ളുക. നമസ്കാരം ഡോക്ടർ. എന്താ കയ്യിലൊന്നിടാൻ പോലെ? Excuse me, Gupta ji. Yes. Your good name, please. My name is Padmakshi. Padma. Tamara. Lotus. Thank you, Gupta ji. Oh, what a luck. Gupta ji എന്താ തിങ്ക് ചെയ്യുന്നത്? Nothing. I think nothing. കുട്ടിയുടെ ലൈഫ് സ്റ്റോറി ഓപ്പൺ ചെയ്തോളൂ. എന്റെ ലൈഫ് ഒരു ഓപ്പൺ ഡിക്ഷണറി പോലെയാണ് ഗുപ്ത ജി. എന്റെ പ്രൈവറ്റ് അഫയേഴ്സിൽ പോലും ഒരു മായം ഞാൻ ചേർത്തിട്ടില്ല. മുഖത്ത് അല്പ ചായ കൂടുതലുണ്ടെങ്കിലും മനസ്സിൽ മായം ചേർക്കാത്ത സുന്ദരിയും മഥാലക്ഷ്യയുമായ പത്മാക്ഷി. ഞാൻ SSLCക്ക് പഠിക്കുമ്പോൾ ഒരാളെ സ്നേഹിച്ചിരുന്നു. വൺ മിസ്റ്റർ അബ്ദുൽ കലാം. ആ പേര് വളരെ ഫെമിലിയർ ആണല്ലോ. +1 ആയപ്പോൾ അനദർ വൺ സേതുരാമയ്യ. ഓ ശരിയാ. +2 ചേർന്നപ്പോൾ അനദർ വൺ ഭരത് ചന്ദ്രൻ. IPS അല്ലേ? ഒടുവിൽ സ്നേഹവും പ്രേമവും വിദ്യയാണെന്നപ്പോ ഭാര്യയെ തല്ലിക്കുന്ന ഒരു രണ്ടാം കെട്ടുകാരനെ എനിക്ക് മാരേജ് ചെയ്യേണ്ടി വന്നു. വൺ മിസ്റ്റർ മത്തായി. ഇഞ്ചക്കാടൻ മത്തായിയാണോ? കറക്റ്റ്. അതെങ്ങനെ മനസ്സിലായി ഗുപ്ത ജി? ഞാൻ ചുമ്മാ ഗസ് ചെയ്തതാണ്. ആ കുട്ടിയെ കണ്ടിന്യൂ ചെയ്തോളൂ. ക്ലൈമാക്സിൽ അവസാനം മത്തായിയെ മക്കളെ ഉപേക്ഷിച്ച് അയാളുടെ ഇളയ സഹോദരൻ കോട്ടയം കുഞ്ഞിനോടൊപ്പം ഞാൻ ഒളിച്ചോടി. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? മിടുക്കി. പറയണം ഗുപ്ത ജി, ഞാൻ ചെയ്തത് തെറ്റാണ്. ഒരിക്കലുമല്ല. അപ്പോ എനിക്ക് സ്വർഗം കിട്ടില്ലേ ഗുപ്ത ജി? ഒരിക്കലുമില്ല. ഒരു കാലത്ത് നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കില്ല. അത്രയ്ക്ക് പാപിയാണോ ഞാൻ? എന്നെ നരകത്തിലേക്കാണോ പറഞ്ഞയക്കാൻ പോകുന്നത്? അല്ല പത്മ, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള നിന്നെ ഈ ചിത്രഗുപ്തന്റെ ബെഡ്റൂമിലേക്കാ കൂട്ടിക്കൊണ്ടു പോകുന്നേ. വരൂ ഡാളി. അടുത്തതായി ബോബി ആൻഡ് ടീം അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസ്. ഞാൻ പെണ്ണല്ല, കൊച്ചാൻഡിയാ. അളിയ അവൻ വിചാരിച്ച പോലല്ലട്ടാ. MC പോലീസ് കലക്കി. നമ്മുടെ ഗൗണ്ടർ കിറ്റ് അതിന്റെ മുകളിൽ നിൽക്കണം, അല്ലെങ്കിൽ തട്ട് കിട്ടും. അല്ല അവനിത് എവിടെ പോയി നമ്മുടെ ജിമ്മി? അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും. നേരത്തെ സ്ത്രീകളുടെ ഇടയ്ക്ക് ചിട്ടി കറങ്ങണ്ടായിരുന്നു. ആ അത് പിന്നെ എവിടെ ചെന്നാലും അവന്റെ സ്ഥിരം പരിപാടിയാ. പണ്ട് ഇതേപോലെ ഒരു പ്രോഗ്രാമിനിടയിൽ ജിമ്മി ലേഡീസ് ടോയ്ലറ്റിനകത്ത് കയറിയപ്പോൾ ആൾക്കാർ ഇടി കൊടുത്ത് ഓർമ്മയുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യും, അവന്റെ മൊബൈൽ ഫോണിലൊന്ന് വിളിക്കുക, അല്ലെ പ്രോഗ്രാം കഴിഞ്ഞാൽ വന്നില്ലായിരിക്കും. സ്വിച്ച് ഓഫാ. എവന്റെ ഒരു കാര്യം, നീ പുറത്തോട്ടൊന്ന് പോയി നോക്കിയേ. ഡാൻസ് ഇപ്പൊ കഴിയൂട്ടാ, പറഞ്ഞിരുന്നോടാ. ഗൗണ്ടറുടെ മോനില്ലെങ്കിൽ ക്ലൈമാക്സ് ജിമ്മി പരിസരത്തും കാണില്ലട്ടാ. അടുത്തതായി ഉണ്ണി ജിമ്മി മനോജ് ടീമിന്റെ സൂപ്പർ കോമഡി സ്കിറ്റ് ഗൗണ്ടർക്ക് പറ്റിയ അമളി. ട്രൈ അഗൈൻ എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 3 ആയി. ജിമ്മിയെ ലൈനിൽ കിട്ടുന്നില്ലല്ലോ അച്ചോ. ജിമ്മിക്ക് എന്തോ അപകടം സംഭവിച്ചു എന്ന് എന്റെ മനസ്സ് പറയുന്നു. പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരാളുമായിട്ട് സ്റ്റേജിന്റെ പുറകിൽ വെച്ച് അവൻ കാര്യമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. അതിനുശേഷമാണ് കാണാതായത്. ആരെങ്കിലും ആയിട്ട് സംസാരിച്ചു എന്ന് വെച്ച് അവനെ കാണാതാവാൻ അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. എനിക്കൊരു ഡൗട്ട്, ഇനിയിപ്പോ ജയിലിൽ ചാടി അലീഖാന്റെ ആൾക്കാരായിരിക്കുമോ അന്ന് വന്നത്? എന്റെ ഈശോയെ, ഒരു തരത്തിലും ഈ ഉള്ളവന് നീ മനസമാധാനം തരില്ല എന്ന് വെച്ച കഷ്ടാട്ടോ. ഇനി അവനെ എവിടെ പോയി അന്വേഷിക്കാനാ?